ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു SSYT. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ BGMയിൽ നമ്മുടെ പുതിയ ഇവൻറ്റിലെ അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും, അത്രയും നല്ല ഹെൽപ്ഫുൾ ആവും, നമുക്ക് ഫൈറ്റ് എടുക്കാനൊക്കെ പറ്റുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിക്ക് എവിടെ വർക്കാവുന്ന വെച്ചാൽ ഈ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ, നമ്മുടെ ഇവൻറ്റിലുള്ള ഈ ഒരു സൈഡിലുള്ള ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, വരുന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് നേരെ കാണുന്ന ആ ഒരു തൂണ് കണ്ടില്ലേ, ഈ ഒരു തൂണിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫ്ലോട്ടിംഗ് ബലൂൺ യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഫ്ലോട്ടിംഗ് ബലൂൺ യൂസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് കണ്ട് കയറി ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലൈം ചെയ്തിട്ട് ഇവിടെ നിൽക്കുക, ഈ ഒരു തൂണിൻ്റെ ഈ ഒരു എഡ്ജിൽ നിൽക്കുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈറ്റ് എടുക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്ക് ഫൈറ്റ് എടുക്കുക. ഈ ഒരു എൻട്രൻസിലേക്കും ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു എൻട്രൻസിലേക്കും താഴത്ത് വരുന്ന നമുക്ക് 3 എൻട്രൻസിൽ നിന്നും പുറത്തുനിന്ന് എനമീസ് വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അടിച്ചിടാൻ പറ്റും. അവർ ഒറ്റയടിക്ക് എന്തെങ്കിലും സ്പോട്ട് ചെയ്യാൻ പറ്റില്ല അവർക്ക് ഒരിക്കലും, കാരണം അത്രയും നമ്മളൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് ട്രിക്കിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ട്രിക്ക് എവിടെ വർക്കാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ ഞാൻ മാപ്പിൽ കാണിച്ചിരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഇവൻറ്റിലുള്ള ഈ ഒരു റൂമിലേക്ക് വരില്ലേ, ഇവിടെ നമുക്ക് ഈ പുറത്ത് ബാൽക്കണീൻ്റെ ഇവിടെ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന നേരെയുള്ള ഈ ഒരു ചെറിയൊരു ബാൽക്കണി പോലത്തെ ഏരിയയില്ലേ, ചെറിയ വിൻഡോൻ്റെ സൈഡ്, ഇവിടേക്ക് നമ്മൾ വരാം. ഓക്കെ, ഇവിടെ ജസ്റ്റ് ആ ഒരു നമ്മൾ ചൂല് യൂസ് ചെയ്തുകൊണ്ട് വന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ക്ലെയിം ചെയ്തിട്ട് ഇവിടെ നിന്ന് ഫൈറ്റ് എടുക്കുക. ഇനി അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്നിട്ട് ജസ്റ്റ് ജമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ പുറത്തത്തെ സൈഡിലെ ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതനുസരിച്ചിരിക്കും, ഈ ഒരു പുറത്തെ സൈഡിൽ നിന്നിട്ട് ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് വേണമെങ്കിൽ ഫൈറ്റ് എടുക്കാം. ഓക്കെ, അതെല്ലാം ആ ഒരു വിൻഡോൻ്റെ മുകളിൽ ചാടി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഫൈറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ തേർഡ് ട്രിക്ക് അവിടെ വർക്കാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ലൊക്കേഷനിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടാബിൻ്റെ നേരെ മുകളിലേക്ക് 2 കബോർഡ് കാണില്ല, അതിൻ്റെ മുകളിലേക്ക് ജമ്പ് ചെയ്ത് കയറാം. ഓക്കെ, ജമ്പ് ചെയ്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് നിന്നിട്ടുണ്ടെങ്കിൽ പുറത്തേക്കും ഫൈറ്റ് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ റൂമിൽ പെട്ടെന്ന് വരുന്നെങ്കിൽ പെട്ടെന്ന് സ്പോട്ട് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, കിടന്നിട്ടാണ് ഫൈറ്റ് എടുക്കുന്നത് വെച്ചാൽ അത്ര പെട്ടെന്ന് കാണില്ല. അല്ലെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടുണ്ടെന്ന് വിചാരിക്കില്ലല്ലോ, ആ എൻട്രൻസിൽ കയറി വരുന്ന ഒരു നേരെ ഓപ്പണിലേക്ക്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ഫോർത്ത് ട്രിക്കിലേക്ക് പോകാം. ഓക്കെ, ഫോർത്ത് ട്രിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രിഡ്ജിൽ നമ്മൾ ചൂല് യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് മുകളിൽ കയറാം. ഓക്കെ, നമ്മുടെ മാപ്പിലുള്ള ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് നമുക്ക് ചൂല് യൂസ് ചെയ്തുകൊണ്ട് മെല്ലെ ഇതുപോലെ മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് എത്താൻ സാധിക്കും. അത് മാത്രമല്ല, നമുക്ക് ഇവിടെ നിന്നിട്ട് പിന്നെ നമുക്ക് ബ്രിഡ്ജ് ക്യാമ്പിങ് അങ്ങനെ വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും മൂവ് ചെയ്തിട്ട് റൺ ചെയ്തുകൊണ്ട് നമുക്ക് മൂവ് ചെയ്യാനും പറ്റും. ഇവിടെ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈറ്റ് എടുക്കാനും സാധിക്കും. അത്രയും ഈസിയാണ്. ഈ ഒരു ഇവൻറ്റിൻ്റെ പുതിയ ഒരു ഐറ്റം ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ അടിച്ചിടാനും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറാനും പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഫൈറ്റ് എടുക്കാനൊക്കെ ഹെൽപ്പ് ആവുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഫൈനൽ ട്രിക്ക് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെൻറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെറിയൊരു 2-3 ഇത് കണ്ടില്ലേ, എഡ്ജ് മീൻസ് ഒരു മിറർ പോലത്തെ സാധനം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ അതിന് കൂടെ മീൻസ് നമ്മൾ ജമ്പ് ചെയ്തിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പുറത്തത്തെ ആ ഒരു വിൻഡോയിലേക്ക് പെട്ടെന്ന് ഫൈറ്റ് എടുക്കണമെങ്കിൽ കയറി ഫൈറ്റ് എടുക്കാം. ഓക്കെ, ആ ഒരു സൈഡിലിട്ട് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി ക്ലൈം ചെയ്തിട്ട് കയറാം. അതായത് ജസ്റ്റ് ഇതിൻ്റെ താഴത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ എന്താ പറയുക സ്റ്റെപ്പാണ്, ആ ഒരു സ്റ്റെപ്പ് വഴി കയറി വന്ന് ഫൈറ്റ് എടുക്കണമെന്നില്ല. നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ ടേപ്പ് എടുത്തിട്ട് വേണമെങ്കിൽ എനിമീസ് ഉണ്ടോ നോക്കിയിട്ട് ഫൈറ്റ് എടുക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത ഇതുപോലത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടിപ്സ് ആയിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് മിസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ബെല്ലൈക്കൺ ഓൺ ആക്കിയിടുക. ഓക്കെ, അപ്പോൾ അതുപോലെ